റീത്ത, ആദ്യം എന്തും ഇതുവരെ തിരിച്ചു വന്നില്ലേ? ഇല്ല സാം. എല്ലാം സേഫ് അല്ലേ? നമ്മുടെ ആദ്യം നന്ദയല്ലേ പോയേക്കുന്നേ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എങ്ങനെ എസ്കേപ്പ് ആവണമെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. ആദിയുടെ മാത്രം ആവശ്യമല്ലേ ഉള്ളായിരുന്നു അവിടെ. പിന്നെ എന്തിനാ അവൻ നന്ദയും കൂടി കൂട്ടിക്കൊണ്ടുപോയെ? ഓ, ഇതൊന്നും ഇപ്പം പുതിയ കാര്യമൊന്നും അല്ലല്ലോ. നന്ദ ചെല്ലണ്ടാത്തടത്ത് അവൻ അവളെ വലിച്ചെടുത്തുകൊണ്ട് പോയിക്കോളും. പിന്നെ അടയും ചക്കരയും പോലെ ആണല്ലോ എപ്പോഴും. രണ്ടുപേരും ഒട്ടി ഒട്ടിയേ നടക്കൂ. ഏയ് നന്ദ, ഓ എന്നടാ கொஞ்சம் மெதுவா பேசடி. പെട്ടടി, പെട്ട്. ഓ, വായും തുറന്ന് നോക്കിക്കാതെ ഇങ്ങോട്ട് വാ ഒന്ന്. ഇനി എന്നെ കൊണ്ടുവിടാൻ പറ്റത്തില്ല. ചിരിക്കുന്നായിരുന്നു നീ. എന്തായാലും ഇപ്രാവശ്യം കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇതുപോലെ എന്നും നിന്നെ രക്ഷിക്കാൻ ഞാൻ തയ്യാറാടി. നീ ഒന്ന് മൂളിയാ മതി. ഡാ, എന്നെ കൊണ്ട് വായി വരുന്ന നീ വിളിച്ച് പറയിപ്പിക്കില്ല. പറഞ്ഞ കേട്ടില്ല. ഇവിടെ ഇപ്പം ക്ലിപ്പ് എടുക്കാൻ നിന്റെ ആവശ്യം മാത്രമല്ലേ ഉള്ളായിരുന്നു. നീ ഒറ്റ ഒരുത്തം കാരണം ഞാനും വന്ന് ഇതിൽ പെട്ടത്. എന്നിട്ട് രക്ഷിച്ചു പോലോ. ഓഹോ, അപ്പടിയാ? അപ്പിടിയും കുമ്പിടിയും ഒന്നുമില്ല. മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് മലയാളത്തിൽ സംസാരിച്ചോണം. നിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ ആവശ്യമില്ലാത്ത കുറെ തമിഴ് വാരി ഉപയോഗിക്കുന്നത്. പറഞ്ഞിട്ടില്ല. അതെപ്പടി ശരിയാവും? ഉനക്ക് തമിഴ് പിടിക്കാതെന്ന് വെച്ചിട്ട് ഞാൻ എന്നാ ഏൻ ഭാഷ മാറ്റണമാ? അതൊന്നും ശരിയാവാത്. ഓ, ഒരു വലിയ തമിഴാണ്ടി വന്നേക്കുന്നു. ഓ, എന്നാലും നീ എസ് പറയത്തില്ലല്ലേ? എവളോ നാളാച്ചടി ഞാനും പിന്നാടി. ആദി, ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിക്കോ. അതാ നല്ലത്. നിന്റെ അടുത്ത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ അത് നടക്കത്തില്ല എന്ന്. നീ എന്താ മനസ്സിലാക്കാത്തെ? നീ എനിക്ക് വെറും എൻ്റെ ഒരു ഫ്രണ്ടാടാ നീ. എനിക്ക് നിന്നെ ആ രീതി കാണാൻ പറ്റത്തില്ല. നീ ഒന്ന് മനസ്സിലാക്ക്. എത്ര വാട്ടി നിന്റെ അടുത്ത് ഇത് പറയണം? ആമാ അല്ലേ, എനിക്കൊന്നും മനസ്സിലാവത്തില്ലല്ലേ. ഞാൻ താടി ഉമ്മയിലെ അധികമാ കാതൽ വെച്ചിട്ട് இந்த மாதிரி പൈത്യക്കാരത്തരമാ. ശരി, ഉനക്ക് എന്നെ പിടിക്കല. കാരണം എന്താച്ചാ നീ പറത്? ஏன்னா காதல் என்னது பொய்யானது. அதுமே நம்பிக்கை வச்சுட்டா நாம முட்டாளாயிடுவேன். നമ്മുടെ ജീവനും ജീവിതവും എല്ലാം നശിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഭവം ഈ പ്രണയം എന്ന് പറയുന്നത്. ഒരിക്കൽ അത് അനുഭവിച്ചു കഴിഞ്ഞിട്ട് എപ്പോഴേലും അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വലുതാ. നീ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ പോവാ. അങ്ങനെ നാളത്തേക്കുള്ളതും സെറ്റായി. അതിന്റെ ക്രെഡിറ്റ് ആദിക്കും നന്ദയ്ക്കും ഉള്ളതാ. പിന്നല്ലാതെ അവരല്ലേ റിസ്ക് മൊത്തം എടുത്തേ. ഇതിന്റെ ഫുൾ ക്രെഡിറ്റും ആദിക്കുള്ളതാ. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ വെറുതെ അവൻ്റെ കൂടെ കൂട്ടിന് പോയെന്ന് മാത്രമേ ഉള്ളൂ. ആദി, നിനക്കെന്താടാ പറ്റിയേ? നീ വന്നപ്പോൾ മുതൽ എന്തോ മൂഡ് ഓഫ് ആണ് കാണല്ലോ. ഒരു സൈലന്റ് ആയിട്ടൊരു മൂല പോയിരിക്കുന്ന എന്താ? ഹേയ്, അപ്പടിയൊന്നുമില്ലടാ. നിങ്ങൾ സംസാരിച്ചിട്ടിരുന്നല്ലേ, അത് കേട്ടോണ്ടിരുന്നത് ഞാനെന്താ പറയാൻ ഇതിനകത്ത്? എൻ്റെ ജോലിയല്ലേ.
എന്താടി നിങ്ങളമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദ്യയുടെ മുഖം എന്താ വന്നപ്പോൾ മുതൽ കടന്നിൽ കുത്തി കണക്കിരിക്കുന്നത്? നിങ്ങളമ്മ പിന്നെ വഴക്കിട്ടോ? ഏയ് അങ്ങനെ വലുതായിട്ട് വഴക്കൊന്നും ഇട്ടൊന്നുമില്ലടി. വരുന്ന വഴിക്ക് ചെറിയൊരു ആർഗ്യുമെൻറ്റ് അത്രേ ഉള്ളൂ. അതാതെ ഇങ്ങനെ മുഖം വീർപ്പിച്ച് വെച്ചേക്കുന്നത്. എന്താ പിന്നെയും പഴയ കാര്യം വല്ലതും എടുത്തിട്ടോ? ആദി, നന്ദ, നിങ്ങളുടെ തടി ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഏത് വർക്ക് ചെയ്താലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. എവിടെ പോയാലും ഒരുമിച്ചാണ് പോകുന്നത്. നീ സിംഗിളാണ് അല്ലേ നന്ദ? അതേപോലെ ആദിയും സിംഗിളാണ്. അപ്പം പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മിങ്കിളായിക്കൂടെ പിള്ളേരെ? അപ്പം ജീവിതകാലം മൊത്തവും ഒരുമിച്ച് നടക്കാലോ. നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാ സാമേ? പാവം നന്ദ, അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൾ എണ്ണീറ്റ് പോയോണ്ടോ? ഇതിനു മുമ്പും നമ്മൾ അവളടുത്ത് അവതരിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അവൾക്ക് താല്പര്യമില്ലെന്ന് അവൾ 100 വട്ടം പറഞ്ഞ കാര്യമല്ലേ. പിന്നെ എന്തിനാ ഇത് കുത്തിപ്പൊക്കുന്നത്? അത് അവളുടെ മനസ്സ് മാറിയോന്നറിയാൻ ഞാനൊരു ടെസ്റ്റ് ഡോസ് ഇട്ട് നോക്കിയതാടി. അതിന് നീ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നേ? ഇനി ഇതിൻ്റെ പേര് നിങ്ങൾ കിടന്ന് അടി കൂടണ്ടോ? ഒന്ന് നിർത്താവോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ഇപ്പം സാം ചോദിച്ചതിനകത്ത് എന്താ തെറ്റ്? എന്നായാലും അവൾക്കൊരു ലൈഫ് പാർട്ണർ വേണ്ടേ കൂടെ? അതിപ്പം നമുക്കറിയാവുന്ന അല്ലെങ്കിൽ അവക്കറിയാവുന്ന ഏറ്റവും അടുത്തറിയാവുന്ന അവളുടെ ആദ്യം ആയിക്കഴിഞ്ഞാൽ എന്താ വിഷയം? എടാ നിർത്തുങ്കടാ, നീങ്ക ഇതുക്കാക എനിക്ക് വേണ്ടി സണ്ട പോട്ടിട്ടിരിക്ക. അവക്കെന്നെ പിടിക്കലടാ. അതിനാലതാ അവൾ ഇതെല്ലാം പറഞ്ഞിട്ട് പോയത്. ആനാ എനിക്ക് നമ്പിക്ക ഇരിക്ക്, ഒരു നാൾ എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് അവൾ മനസ്സിലാക്കും. അതെനിക്ക് ഉറപ്പാണ്. നന്ദ, നിന്നെ ഞാൻ ഇവിടെ എല്ലായിടവും നോക്കി. നീ ഇവിടെ നിൽക്കുമായിരുന്നു. നീ എന്തെടുക്കുക അവിടെ? കരയുവാണോ നന്ദ നീ? ഏയ് അല്ലടാ, ഞാൻ ഇങ്ങനെ വെറുതെ ഓരോന്നും ആലോചിച്ച് നിന്നതാ. നന്ദ, നീ അവർ പറഞ്ഞത് കേട്ടിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വിട്ടേരടാ. അവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ടല്ലേ അവരിങ്ങനെ കൂടെ കൂടെ ഈ സംസാരിക്കുന്നത്. എനിക്കറിയാടാ, അവർക്കൊന്നും അറിയത്തില്ല. നന്ദ, ഞാൻ ഒരു കാര്യം പറയട്ടെ നിൻ്റെ അടുത്ത്. നിനക്ക് ആദ്യോടെങ്കിലും എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പാടില്ലേ? അല്ലെങ്കിൽ ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ നീ അവനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും ഇത്. എന്നേലും നീ അവനെ മനസ്സിലാക്കുമെന്നും പറഞ്ഞുള്ള വിശ്വാസത്തിലാണ് അവൻ ഇപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എടാ, അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്കെന്താ മനസ്സിലാവാത്തെ? നിനക്ക് പഴയതെല്ലാം മറന്നിട്ട് മതി സ്റ്റെല്ല. നിർത്ത് നീ. ഞാൻ എല്ലാം മറക്കണോ? എങ്ങനെ മറക്കാൻ കഴിയും എനിക്ക്? ചങ്ക് പറിച്ചു കൊടുത്ത് സ്നേഹിച്ചതല്ലടി ഞാൻ. ഞാനെല്ലാം എങ്ങനെ മറക്കണമെന്നാ നീ പറയുന്നത്? പിന്നെ നീ അതും ആലോചിച്ച് നിന്റെ ജീവിതം നശിപ്പിക്കാൻ പോവാന്നോ നന്ദ? മറന്നല്ലേ പറ്റൂ നന്ദ. എല്ലാം അവസാനിക്കാൻ പോവുക. അപ്പം നിന്റെ ഭാവി? എൻ്റെ ഭാവി ശരിയാ, എല്ലാം അവസാനിക്കാൻ പോവുക. പക്ഷെ മനസ്സിന് പറിച്ചുകളെ പറ്റണില്ലടി. അത്രക്കാഴത്തിൽ പതിഞ്ഞു പോയതാവും. പക്ഷെ കളയണം. എൻ്റേതല്ലാത്തതൊന്നും ഇനി എൻ്റെ ഓർമ്മകളിൽ പോലും ഉണ്ടാവാൻ പാടില്ല. റീത്ത, ഡാ ആദ്യം വന്നില്ലടാ ഇന്ന്. അവൻ ലീവ് കാണാൻ പറഞ്ഞായിരുന്നോ? അത് കൊള്ളാമല്ലോ. അവൻ ലീവ് എടുക്കുന്ന കാര്യം ഇവിടെ അറിയുന്നതിനേക്കാളും മുന്നേ നീ അറിയത്തില്ലേ? പിന്നെ എന്നിട്ട് നീ എൻ്റെ അടുത്ത് ചോദിക്കുന്നു അവൻ ലീവാണോ എന്ന്? അല്ല, അവൻ രാവിലെ വന്നായിരുന്നല്ലോ. വന്നിട്ട് പോയല്ലോ. നിന്നെ കണ്ടില്ലേ? ഓ, വന്നിട്ട് പോയോ? ഞാൻ കണ്ടില്ലടാ, അതാ ചോദിച്ചേ. നിങ്ങൾ തമ്മിലുള്ള വഴക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ? വഴക്കൊന്നുമില്ലടാ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, അവനെ കണ്ടില്ല അതാ. ആദി, നിക്കവിടെ. നന്ദ, എന്നെ വേണം? നിനക്കറിയത്തില്ല എന്തുവാന്ന്? ഇല്ല, മനസ്സിലായില്ല. നീ ഇപ്പം എത്ര ദിവസമായി എൻ്റെ അടുത്ത് നേരെ ചൊന്ന് സംസാരിച്ചിട്ട്? നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്?
ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്തെന്നു. നീ എന്തായി പറയുന്നത്? ഇഷ്ടമല്ലാത്തവരുടെ മുമ്പിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വം മാറി നിൽക്കുന്നതല്ലേ നല്ലത് എപ്പോഴായാലും. നിനക്ക് വേറൊന്നും പറയാനില്ലെങ്കിൽ പോട്ടെ. ഞാൻ എന്തായാതി പ്ലാൻ വർക്കൗട്ട് ആവുന്നുണ്ടോ? ഇപ്പം ഞാൻ അവളുടെ അടുത്ത് പഴയ പോലെ സംസാരിക്കുന്നില്ലെന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പരാതി പറയാൻ വന്നത് അവള്. എന്തായാലും ഗ്യാപ്പ് ഇടാൻ തീരുമാനിച്ചത് നന്നായി. അങ്ങനെയല്ലോ അവൾക്ക് നിന്നോട് വല്ല ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് പുറത്ത് വരട്ടടാ. ഹലോ ആദി, നീ എവിടാടാ ഇപ്പം? ഫ്രീ ആണോ? ആ സ്റ്റെല്ല പറ, എന്നാച്ച്? എടാ, നന്ദ ഇതുവരെ റൂമിൽ ചെന്നിട്ടില്ലെന്ന് അവളുടെ റൂംമേറ്റ് വിളിച്ചിരുന്നു. ഇപ്പം ടൈമാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആവുകയും ചെയ്ത്. ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ അവൾ ഫോണും എടുക്കുന്നില്ല. ഇവിടെ ജോയലും ഇല്ല ഒന്ന് പോയി തിരക്കാൻ വേണ്ടിയിട്ട്. നീ ഒന്ന് തിരക്കാവോ പോയി? എടാ, നീ വിഷമിക്കാണ്ടിരിക്കേ. അവളെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. എന്തായാലും നീ ടെൻഷൻ അടിക്കണ്ട. ഞാനൊന്ന് പോയി നോക്കട്ടെ അവളുടെ സ്ഥിരം പ്ലേസിൽ വല്ലോ ഇനി അവളുണ്ടെങ്കിലോ. അങ്ങനായാൽ മതിയായിരുന്നു. അവൾ ഇവിടുന്ന് പോയപ്പം തന്നെ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നീ എന്തായാലും ഒന്ന് പോയി തിരക്ക്. ഇവ എങ്ക പോയിട്ടാ? ഇപ്പൊ തന്നെ ടൈം ഒരുപാടായി. നീ എവിടാന്നും പറഞ്ഞിട്ടാ ഞാൻ. ഹായ് മച്ച. ഹാ, നീയാടാ? ആ, എനിക്ക് അപ്പോഴേ തോന്നി അവളിവിടെ ഉണ്ടെങ്കിൽ നീ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന്. പക്ഷെ അകത്തൊന്നും നിന്നെ കണ്ടില്ലല്ലോ. നീ എന്താ ഈ പുറത്തു വന്ന് നിൽക്കുന്നേ? നീ യാരെ പറ്റി ചൊല്ലിട്ടിരിക്ക? യാരുള്ള ഇരിക്ക്? നിന്റെ വാല് നന്ദ. ഞാൻ കരുതി നിങ്ങൾ ഒരുമിച്ച് വന്നായിരിക്കുമെന്ന്. നിന്റെ അടുത്ത് പറയാതെ അവൾ അടി തുടങ്ങിയില്ലേ? നന്ദയാ? ബാറിലോ? ഒന്ന് പോടാ, ഞാനൊന്ന് പോയി നോക്കട്ടെ. அடக்கடவுளே, இவ என்ன பண்ணிட்டு இருக்கீங்க? இது ஏன் நந்தையா? നന്ദാ, നന്ദാ, നീ എന്നെ പണിട്ട് ഇരിക്കീങ്ക? ഞാനോ? ഞാനിവിടെ ഒരു പാട്ട് പാടുക. നിനക്കെന്താടാ, കണ്ണ് കാണത്തില്ലേ? അല്ല, ഇത് ചോദിക്കാൻ നീ ആരാടാ? ഓ, തണ്ണി അടിച്ച് ഉള്ള ബോധവും കൂടി പോയോടി. ഞാൻ നിന്റെ കെട്ടുവൻ. മര്യാദയ്ക്ക് ഇങ്ങോട്ട് എണ്ണീറ്റേ, ബാ പോവാം. കെട്ടിയോനോ? എൻ്റെ കെട്ടൊന്നും കഴിഞ്ഞില്ല. കെട്ടാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് പോയി പട്ടി. എൻ്റെ അമ്മ പറഞ്ഞായിരുന്നു അറിയാത്തവരുടെ കൂടെ ഒന്നും പോവല്ലെന്ന്. ഞാൻ വരത്തില്ല. ഓ, ഇവളെ കൊണ്ട് ഞാനാടി ആദിയാ. നീ വാടി, വാ, முதல்ல വീട്ടിക്ക് പോയിടலாம். என் தமிழாண்டியானோ? ஏய், உங்ககிட்ட எவ்வளோ வாட்டி நான் சொல்லியிருக்கு என் முன்னாடி இந்த மாதிரி தமிழ் பேசக்கூடாதுன்னு. എന്നിട്ട് നീ എന്താടാ കേക്കാത്തേ? तेरे को पता है ना, मेरे को तमिழ் പിടിക്കാതെടാ. ഓ, തെരിയും തെരിയും. ഇപ്പൊ നീ വാ, എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം. ആ, പോവാം. നിന്റെ വീട്ടിൽ പോവാം. എനിക്ക് നിൻ്റെ അടുത്ത് കുറേ സംസാരിക്കണം. അല്ലേലും നിന്നെയും കൊണ്ട് ഈ കോലത്തിൽ നിന്റെ റൂമിലോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും വാ ഇപ്പം.
എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവല്ലേ? ഇല്ല, നീ ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ തന്നെ കാണും. I love you, Jitu. I miss you. ஸ்டெல்லா, நந்த எங்க? அவள் ഇന്നലെ നൈറ്റ് ഫുള്ളാ എൻ കൂടെ താ ഇരുന്നത്. ആനാ കാലയില് അവിടെ എങ്ങും ഇല്ല. അവളെന്താ എൻ്റെ അടുത്ത് പറയാണ്ട് പോരുന്നേ? അപ്പൊ അവള് നിന്റെ അടുത്ത് പറഞ്ഞില്ലേ പോന്ന കാര്യം? എവിടെ പോണ കാര്യം? എവിടെ പോയെന്ന് അവള്? അവൾ അവളുടെ നാട്ടിൽ പോയി. അവിടെ ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്. ഓഹോ, അപ്പടിയാ. ഇന്നലെ നൈറ്റ് ഫുൾ അവ എൻ കൂടെ താ ഇരുന്നേ. കാലയിൽ എണ്ണീറ്റപ്പോഴെങ്കിലും അവക്ക് ഒരു വാക്ക് ചൊല്ലിട്ട് പോകലല്ലേ? എന്നടി, അവളോ കേവലമാനവനാ? ഒരു വാക്ക് പോലും എൻ്റെ അടുത്ത് പറയാണ്ട് അവള് പോയില്ലേ? அவள் இந்த மாதிரி எதுக்காக எங்கிட்ட இந்த மாதிரி பிஹேவ் பண்ணிட்டு இருக்க? നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. ചിലപ്പോൾ അവൾ എണ്ണീറ്റപ്പോൾ നീ നല്ല ഉറക്കമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവള് പറയാണ്ട് പോയത്. நீ அவக்கு வக்காலத்து மட்டும் சொல்லாத. அவ என்ன வேணா பண்ணி தொலைக்கட்டு, அதுக்கு எனக்கு என்ன? இப்போ எனக்கு உங்ககிட்ட கொஞ்சம் பேசணும். உனக்கு டைம் இருக்கா இப்போ? എന്താടാ, നിനക്ക് എന്തോ പറയണം ചോദിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ എത്ര മണിക്കൂറായി നമ്മൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? നീ നന്ദേ ചൈൽഡ്ഹുഡ് മുതലുള്ള ഫ്രണ്ട്സ് അല്ലേ? നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യങ്ങളൊന്നും ഇല്ലെന്നല്ലേ പറയാറ്? അതിന് എങ്കിൽ പറ, ആരാ നന്ദയുടെ ജിത്തു? അയാളിപ്പോ എവിടാ? അവൾക്ക് ഇങ്ങനൊരു ഇഷ്ടം മുന്നേ ഉണ്ടായിരുന്നെന്ന് നിനക്കറിയാവുന്ന കാര്യമല്ലേ? എന്തുകൊണ്ട് നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ല? എന്നെ വെറും കോമാളിയാക്കി. ആദി, നീ വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങൾ. അവളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ ജിത്തു. അവനെക്കുറിച്ച് ഞാൻ എങ്ങനെയാടാ നിൻ്റെ അടുത്ത് പറയുന്നത്? അവളല്ലേ നിൻ്റെ അടുത്തത് പറയണ്ടേ? പിന്നെ നിങ്ങൾ തമ്മിലൊന്ന് സെറ്റായി കാണണമെന്ന് എല്ലാവരെക്കാളും കൂടുതൽ ഞാനാടാ ആഗ്രഹിക്കുന്നത്. നീ എന്ത് ഫസ്റ്റല്ല ഈ പറയുന്നേ? അപ്പം ജിത്തുവോ? അയാളെവിടെ പോയി? അവർക്കിടയിൽ എന്താ സംഭവിച്ചേ? അവൾ അയാളെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ അവരൊന്നാവാത്തെ? ഇനി അതൊരിക്കലും നടക്കില്ല. അവൾ നാട്ടിൽ പോയേക്കുന്നത് ജിത്തുവിൻ്റെ വിവാഹം കൂടാനാ. 2 ദിവസം കഴിഞ്ഞ ജിത്തുവിൻ്റെ വിവാഹം. സ്റ്റെല്ല? അതെ. हेलो गाइस, चलो यार, नेक्स्ट परफॉर्मेंस हमारा रीत का है. Everybody just do your thing. Wake up, today's gonna be a good day. 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 Wake up, today's gonna be a good. ഹായ് ശ്രീതേട്ടാ. ഹായ്. എന്താണ് കൊച്ചിൻ്റെ എൻ്റെ അടുത്ത് എന്തോ പറയാനുണ്ടല്ലോ? പറ മോളെ. ചേട്ടാ, ഞാൻ വളച്ചിട്ടില്ലാതെ കാര്യം അവതരിപ്പിക്കും. എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടാ സിംഗിളാണോ? ഞാൻ സിംഗിളല്ല. വേണമെങ്കിൽ നമുക്കൊന്ന് മിങ്കിളായാലോ? ഓഹോ, മിങ്കിളായേ പറ്റത്തുള്ള മോന്. ഇതിവിടെ കണ്ട് നിപ്പുണ്ടായിരുന്ന തീർന്നു. ഇന്നത്തോടുകൂടി എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. കാത്തോണേ കർത്താവേ. ഇവിടെ പന്ന പറട്ട ജിത്തു, നിനക്ക് ഇനിയും മിങ്കിളാവണോ? ഇല്ലേ?
അന്നേ എൻ്റെ സ്റ്റെല്ല പറഞ്ഞതാ നീ ഒരു ഭൂലോക കോഴിയാണെന്ന്. ഞാനാ കേൾക്കാന്ന്. കൂടെ അവിടുന്ന്. അയ്യോ മോളെ, അങ്ങനെ പറയരുത്. ഈ നന്ദക്കൊച്ചല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളേ? നീ പോടാ കാട്ടുകോഴി. നന്ദേ, നിക്കവിടെ. ചേട്ടാ അപ്പൊ എന്റെ കാര്യം ഒന്ന് പോകച്ചേ അവിടുന്ന്. ഡാ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ, നീ എന്തിനാ ഇങ്ങനെ സീരിയസ് ആവുന്നേ? പിന്നെ കണ്ട പെമ്പിള്ളാർക്കെല്ലാം മിങ്കിളാവാന്ന് പറഞ്ഞ് നടക്കുന്നതല്ലേ നിന്റെ ഒരു തമാശ. ഓ, ഇന്ന് പതിവിലും നേരത്തെ ആണല്ലോ രണ്ടെണ്ണത്തിന്റെയും ജഗട. ഓ, ഇതിന് മാത്രം ഒരു മാറ്റവും ഇല്ല. ഒന്ന് പോടാ ഹരി, ഞങ്ങള് ചുമ്മാ തമാശ കാണിച്ചോണ്ടിരുന്നില്ലേ. பேச்செல்லாம் தாலாட்டு போல என்னை உறங்க வைக்க நீ இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க நீ இல்லை. விழில் விழும் தூசி. ഗൈസ്, ഞാനിന്ന് ഇത്തിരി നേരത്തെ ഇറങ്ങിയ ഈവനിങ്. ഓ, ജിത്തുവായിട്ട് കറങ്ങാൻ പോകാനായിരിക്കും. ഹേയ് അല്ലടാ, ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുണ്ട്, അതാ. നീ ജിത്തുവിൻ്റെ അടുത്ത് പറഞ്ഞോ നേരത്തെ പോകുന്ന കാര്യം? അവ അല്ലേ നിന്നെ കാത്ത് നിൽക്കത്തില്ല ഇവിടെ? ഇല്ലടാ, അവൻ വെയിറ്റ് ചെയ്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അവൻ്റെ അടുത്ത്. ഇതിപ്പോ ഏത് ഫ്രണ്ടടി? ഞങ്ങൾക്കറിയാവുന്ന വല്ലവരും ആണോ? പേരെന്തുവാ? ഇല്ലടാ, നിനക്കറിയത്തില്ല. ഇതെൻ്റെ ഒരു പഴയ ഫ്രണ്ടാ. അവർ കുറച്ച് നാൾ പുറത്തായിരുന്നേ, ഇപ്പോഴാണ് അവർ തിരിച്ച് വന്നേ. പിന്നെ നമ്മുടെ സ്റ്റെല്ലയ്ക്ക് അറിയാം അല്ലേടി? പിന്നെ പേര് നന്ദിനി. നന്ദിനിയോ? കാണാൻ ലുക്കായിരിക്കും ഇല്ലേ? എന്നെ കൂടി ഒന്ന് പരിചയപ്പെടുത്താടി പ്ലീസ് പ്ലീസ് പ്ലീസ്. ഒരു ദിവസം എല്ലാവർക്കും പരിചയപ്പെടുത്തി തരുന്നുണ്ടടാ. അവൻ വന്നു കാണുമോ ആവോ? ഇപ്പൊ തന്നെ ടൈം ഒരുപാടായി. ഇത് നന്ദിയല്ലേ? അവളേത് ഫ്രണ്ടിനെ കാണാണ്ടെന്ന് പറഞ്ഞിട്ട് ഏതാരാ അവളുടെ കൂടെ? നന്ദിനി എന്നങ്ങാണ്ട് പേരുള്ള ഒരു കൊച്ചിനെയല്ലേ കാണാൻ പോണെന്ന് പറഞ്ഞ്. എന്തായാലും ഫോൺ വിളിച്ചു നോക്കാം. ഇവളെന്താ ഫോൺ എടുക്കാത്തെ? നന്ദ, ഞാൻ ഇന്നലെ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? അതെൻ്റെ ഫോൺ സൈലന്റ് ആയിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. ഓ, കണ്ടില്ലായിരുന്നല്ലേ? ശരി. പിന്നെ ഇന്നലെ ഫ്രണ്ടിനെ കാണാൻ പോയിട്ട് എന്തായി? കണ്ടോ? എന്ത് പറഞ്ഞു ഫ്രണ്ട്? അത് അവൾ ഇന്നലെ വന്നില്ല, ഇന്ന് വരാന്നാ പറഞ്ഞേക്കുന്നേ. ഓ, അപ്പൊ നീ ഇന്നലെ ഫ്രണ്ടിനെ കണ്ടില്ലല്ലേ? ഒരു കാര്യം ചെയ്, ഇന്ന് ഞാനും കൂടി വരാം. ഏയ്, അതൊന്നും വേണ്ട. അവൾക്ക് ചിലപ്പം അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. നിങ്ങളെയൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം പരിചയപ്പെടുത്തി തരാം. അതെന്തേലും ആവട്ടെ. നീ എന്നാ നിന്റെ ഫാമിലി എനിക്ക് പരിചയപ്പെടുത്തി തരുന്നേ? നമ്മൾ റിലേഷനിലായിട്ട് ഇനിയിപ്പോൾ 3 വർഷമാവാൻ പോവാ. ഇതിനിടയ്ക്ക് ഒരു വട്ടം പോലും നീ അവരെക്കുറിച്ച് എൻ്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവരെ എനിക്ക് പരിചയപ്പെടാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടാക്കി തന്നിട്ടില്ല. അതെന്താ? നിനക്ക് അവരെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് അവരിവിടെ അല്ലല്ലോ, അവർ പുറത്തല്ലായിരുന്നോ? അത് പറയാനും കൂടി ഞാൻ വന്നത്. അവരിപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. ഈ വരുന്ന സൺഡേ നീ എന്തായാലും ഫ്ലാറ്റിലേക്ക് വരണം. നിനക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് ഞാൻ. സർപ്രൈസോ? ഒരു വലിയ സർപ്രൈസാണ്. എന്തായാലും നീ സൺഡേ വന്നേക്കണം. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ, വന്നേക്കാവേ. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്നും ഫ്രണ്ടിനെ കാണാൻ വരുവാന്ന് പറഞ്ഞിട്ട് ഇവനാണ് ഇവളുടെ ഫ്രണ്ട്. അതാരായാലും എന്താ, എന്നോടൊന്ന് പറഞ്ഞൂടെ അതാരാന്ന്? എന്തിനാണ് എൻ്റെ അടുത്ത് കള്ളം പറയുന്നത്? ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. കൈയോട് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അതെ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാട്ടോ. പോയിട്ട് വാടോ. ഇവളിതെങ്ങോട്ടായി പോന്നേ? എന്തായാലും ഇന്ന് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അവനോടെങ്കിലും ചോദിക്കാമല്ലോ. എക്സ്ക്യൂസ് മീ. യെസ്, ഹായ് ബ്രോ, ആർ യു മലയാളി? അതെയല്ലോ,
എന്തേ? അല്ല ബ്രോ, ഇപ്പം ഇവിടുന്ന് ചേട്ടൻ്റെ അടുത്ത് നിന്ന് എണീറ്റ് പോയത് നന്ദയല്ലേ? ആ അയ്യാ, തനിക്കറിയാവോ അയാളെ? അറിയാം, എൻ്റെ ഫ്രണ്ടാ അവള്. അല്ല ബ്രോ അവളുടെ ആരാ? ബ്രദറാണോ? ഓ നോ, ബ്രദറോ? തൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് അയാൾ എന്നെ കുറിച്ച് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഹേയ് അങ്ങനല്ല ബ്രോ, മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ചേട്ടനെ കണ്ടിട്ട് പരിചയമില്ലല്ലോ, അതാ ഞാൻ ചോദിച്ചേ. എങ്കിൽ പിന്നെ ഞാനായിട്ട് തന്നെ പരിചയപ്പെടുത്താം. ഞാനാണ് തൻ്റെ ഫ്രണ്ടിൻ്റെ ഭാവി ഹസ്ബൻഡ്. മനസ്സിലായോ? ഈ വരുന്ന സൺഡേ ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് ആണെന്നുള്ള കാര്യം എന്തായാലും പുള്ളിക്കാരത്തി തൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? എൻഗേജ്മെൻറ്റോ നിങ്ങളുടെ? ആ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഒരു 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 സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അത് ഇതായിരിക്കും എന്ന് വിചാരിച്ചില്ല. എന്തായാലും കൺഗ്രാറ്റ്സ്. അപ്പോൾ സൺഡേ താൻ കാണത്തില്ലേ അവിടെ? പിന്നെ ഞാൻ ഉറപ്പായിട്ടും കാണും. എൻ്റെ നന്ദയുടെ എൻഗേജ്മെൻ്റ് അല്ലേ? ശരി ബ്രോ, ടൈം ഒരുപാടായി, ഞാൻ അങ്ങോട്ട് പോവാ. അല്ല, ഇത്രയും സംസാരിച്ചിട്ട് തൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. താൻ പോവുകയാണോ? അവളിതോ വാഷ്റൂം വരെ പോയേക്കുവാ. ഇപ്പം വരും, താൻ വെയിറ്റ് ചെയ്യ്, കണ്ടേച്ച് പോവാന്നേ. ഇല്ല ബ്രോ, അവളെ ഞാൻ എപ്പോഴും കാണുന്നതല്ലേ. എൻ്റെ പേര് ശ്രീത്. ബ്രോൻ്റെ പേരെന്താ? ശ്രീത്. എൻ്റെ പേര് പ്രണവ്. നൈസ് നെയിം. ശരിയപ്പം പിന്നെ കാണാം, ബൈ. ഓ, അപ്പോൾ സൺഡേ ഉള്ള സർപ്രൈസ് ഇതായിരുന്നിരിക്കും അല്ലേ? ചുമ്മാ അല്ല, എന്നെ അവളുടെ ഫാമിലിയുടെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കാത്ത. ഞാൻ അവളെ പൊന്നുപോലല്ലേ സ്നേഹിച്ചേ, അവളും എന്നെ അങ്ങനല്ലേ സ്നേഹിച്ചേ. എന്നിട്ട് എന്താ അവൾക്ക് എന്നെ വേണ്ടാന്ന് തോന്നി? എൻ്റെ നന്ദ എന്നെ ചതിക്കുമോ? എൻ്റെ നന്ദ ഞാൻ ആർക്കും വിട്ടു കൊടുക്കത്തില്ല, ആർക്കും. അല്ല, എനിക്കെന്തോ പേടിയാവുന്നു. അവർ 2 ദിവസം കൊണ്ട് കോളേജിലും വരുന്നില്ല. ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ അവർ ഫോണും എടുക്കുന്നില്ല. ഇനി എന്തേലും പറ്റിയോ ആവോ? നീ ഇങ്ങനെ കിടന്ന് ടെൻഷൻ ആവാതെ കരയാണ്ടിരിക്കേ. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ അവനെ. ഹലോ ജിത്തു, നീ എന്താ കോളേജിൽ വരാത്തെ? നീ എന്താ നന്ദ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളെന്തിനാ എന്നെ വിളിക്കുന്നേ? അവളുടെ കൂടെ ഞാൻ എടുക്കത്തുമില്ല. എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഇത്രയും നാളും വിട്ടിയാക്കിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. മതി. നീ എന്തൊക്കെയാ ജിത്തു ഈ പറയുന്നേ? ഞാൻ എന്താ അവൾക്ക് ഫോൺ കൊടുക്കാം. അവൾ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് കരഞ്ഞ് ബഹളം വച്ചിരിക്കുക. നീ അവളുടെ അടുത്തൊന്ന് സംസാരിക്കേ. എനിക്ക് അവളോട് ഒന്നും സംസാരിക്കില്ല. നീ ഒരു കാര്യം അവളോട് പറഞ്ഞേരെ, അവളുടെ സർപ്രൈസ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചത്. ഇനി എന്നെ വിളിക്കാനോ കാണാനോ ശ്രമിക്കരുതെന്നും കൂടി അവളുടെ അടുത്ത് പറഞ്ഞേരെ. ഓക്കെ എങ്കിൽ ബൈ. ജിത്തു ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ എന്തിനാ ഫോൺ കട്ട് ചെയ്തേ? എന്താ എൻ്റെ കൈ തരാഞ്ഞേ? അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവൻ എന്താ പറ്റിയേ? അവൻ അങ്ങനെ പറയാനും വേണ്ടി ഞാൻ അവനോട് എന്താ ചെയ്തേ? അവന് സർപ്രൈസ് കൊടുക്കാൻ നോക്കിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതവനോട് ഞാൻ മുന്നേ പറയാത്തോണ്ടാണോ? എൻ്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞില്ലായിരുന്നു നന്ദ, ഇമാതിരി സർപ്രൈസ് പരിപാടിക്കൊന്നും നിൽക്കണ്ട, നീ കാര്യം അവനോട് അവതരിപ്പിക്കാൻ. കേട്ടില്ലല്ലേ? ഇപ്പം അനുഭവിച്ചോ നീ? ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയണം. എനിക്ക് അവനെ ഇപ്പം കാണണം. അവൻ എൻ്റെ അടുത്ത് നേരിട്ട് പറയട്ട് എന്നെ വേണ്ടെന്ന്. അതിനു വേണ്ടി ഞാൻ എന്താ അവൻ്റെ അടുത്ത് ചെയ്തേ? എനിക്കറിഞ്ഞേ പറ്റൂ. അതിന് നീ ഇപ്പൊ ഇത് എങ്ങോട്ടാ പോന്നേ നന്ദ? ഇവളുടെ ഒരു കാര്യം.
ഡോറ് തുറന്നു കിടക്കുക, കേറി പോരെ ആരായാലും. അല്ലിത് ആരാ? നന്ദ കൊച്ചോ? ബാ ഇരിക്കുവന്ന്. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്നെ ഇനി എന്തേലും ബോധിപ്പിക്കാനാണോ? താൻ എന്തൊക്കെയായി കാണിക്കുന്ന ശ്രീത്തെ? തൻ്റെ അടുത്ത് സർപ്രൈസിന്റെ കാര്യം ആദ്യം പറയാഞ്ഞോണ്ടാണോ താൻ ഇമാതിരിയൊക്കെ ബിഹേവ് ചെയ്യുന്നേ? അല്ല, ഞാൻ നിന്റെ അടുത്ത് പിന്നെ എങ്ങനെ ബിഹേവ് ചെയ്യണം? ഇപ്പം പിന്നെ ജിത്തു മാറി ശ്രീജിത്ത് എന്നൊക്കെ ആയല്ലോ വിളി. അതെന്തേലും ആവട്ടെ. എന്തായാലും നീ എന്നെ കാണാൻ വന്നേല്ലേ, അപ്പം നമുക്ക് നല്ലപോലെ ഒന്ന് കണ്ടിച്ച് പോവാന്നേ. കുറേ നാള് എൻ്റെതാന്നും പറഞ്ഞ് ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നേയല്ലേ നിന്നെ. താൻ എന്തൊക്കെയായി പറയുന്നേ? ഞാനോ? ഞാൻ എൻ്റെ നന്ദേ എൻ്റെ ഇത് മാത്രമാക്കാൻ പോവാ. താൻ മാറിക്കേ, ഞാൻ പോട്ടെ. തൻ്റെ അടുത്ത് ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തനിക്ക് ബോധം പോലില്ല. ഞാൻ പോവാ. നിൽക്കുന്നുണ്ടോ അവിടെ? നീ എങ്ങോട്ടായി ഓടിപ്പോന്നെ? നീയായിട്ടുള്ളൊരു ജീവിതം നമ്മൾ എത്ര സ്വപ്നം കണ്ടതാ. നിനക്കെന്താണ് പേടിയാണോ? നീ എങ്ങോട്ടായി പോന്നേ? മാറ്, ഞാൻ പോട്ടെ. ഞാൻ പറയുന്ന കേക്ക്. താൻ ഉദ്ദേശിക്കുന്നേ വീണ്ടും പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാനൊന്ന് പറയട്ടെ. താൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. അല്ലല്ലോ, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ലല്ലോ നീ എൻ്റെതാ. എൻ്റെത് മാത്ര. ഒരുത്തനെ വിട്ടുകൊടുക്കത്തില്ല നിന്നെ. ഈ ജിത്തുവിൻ്റെ നന്ദായത് നിന്നെ ഞാൻ ഒരുത്തനെ വിട്ടുകൊടുക്കത്തില്ല. ചെയ്യല്ലേ പ്ലീസ്. പ്ലീസ് എന്നെ ഒന്ന് എന്തൊരു തലവേദന. ഇന്നലെ നന്ദ വന്നിട്ട് ഞാൻ എന്തൊക്കെയാ അവളുടെ അടുത്ത് കാണിച്ചു കൂട്ടിയത്. ബോധവുമില്ലായിരുന്നു നന്ദ. നന്ദ, എനിക്ക് കാണണ്ട നിന്നെ. ഇറങ്ങി പോയതീന്ന്. നിനക്ക് എന്നെ ഒന്നും മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോടാ. ഒരു വാക്ക് പോലും നീ കേൾക്കാൻ കൂട്ടാക്കിയോ? എന്തിനാ നീ ഇങ്ങനെ ചെയ്ത്? നന്ദ മോളെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ബോധമില്ലാത്ത സമയത്ത് നീ ആ തെറ്റ് പറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കടി നീ. ഇനി ആരൊക്കെ ക്ഷമിച്ചാലും ഞാൻ നിന്റെ അടുത്ത് ഒരിക്കലും ക്ഷമിക്കില്ല. നീ എന്നെ അത്രയ്ക്ക് എനിക്ക് നിന്നെ കാണുകയും വേണ്ട. ഇനി ഒരിക്കലും എന്റെ കൺമുമ്പിൽ വന്നു പോകരുത് നീ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിന്റെ അടുത്ത്? നമ്മൾ റിലേഷനിലായിട്ട് 3 വർഷമായി. എന്നിട്ട് പോലും ഒരു വട്ടം പോലും നിനക്ക് തോന്നിയില്ലല്ലോ അത് ഞാൻ. സ്റ്റെല്ല, എന്താ ജോയൽ? ഓ ഇവ സമ്മതിക്കത്തില്ല. സാമിന്റെ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു നിന്റെ അടുത്ത്. എടാ ഞാനൊന്ന് പോയേച്ച് വരാവേ. നീ ബാക്കി പറഞ്ഞിട്ട് പോസ്റ്റല്ല. ഹാദി, 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിത്തുവിൻ്റെ വിവാഹമാണ്. നിനക്ക് ഈ ട്രഡീഷണൽ വിവാഹമൊക്കെ കാണാനും പോവാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? നീ ഒന്ന് പോയി കൂടിയിട്ടൊക്കെ വാ.